ഹായ് ഹലോ. അപ്പൊ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്താലോ. ഒരു ക്യൂട്ട് പോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോ എങ്ങനെയുണ്ട് നമ്മുടെ മിഫീന്റെ ഒക്കെ ഒരു ചെറിയൊരു ചായ അവിടെ ഇവിടെയൊക്കെ തോന്നുന്നില്ലേ? അപ്പൊ നമുക്ക് ഉണ്ടാക്കി വെക്കാം. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലേ എടുക്കാം. സോ ഇതാവുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. സോ ഇത് വെള്ളമാക്കിയിട്ടാണോ യൂസ് ചെയ്യാറ് അതോ വേറെ എന്തെങ്കിലും ആക്കിയിട്ടാണോ യൂസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്നും ആക്കാതെ സാധാ നോർമൽ എടുത്തിട്ട് കുഴച്ച് പരത്തി എടുത്തതാണ്. പക്ഷെ സ്മൂത്തിങ് സംഭവം വന്നില്ല. ആ സ്മൂത്തിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിൽ യൂസ് ചെയ്യാന്നുള്ള സംഭവം എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറേയൊക്കെ തപ്പി നോക്കി. ബട്ട് സ്റ്റിൽ അതിനെ പറ്റിയിട്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല. പിന്നെ എനിക്ക് തോന്നി വെള്ളമാണ് തോന്നുന്നു ആക്കുന്നത്. അതൊന്ന് വേറെ ഓയിലോ അല്ലെങ്കിൽ ക്രീംസോ ഒക്കെ ആക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അത് തികച്ചും ഫ്ലോപ്പായ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഫോം ക്ലേ എടുത്തിട്ട് ഫ്ലവർ ആക്കി. ഇതാവും പിന്നെ എക്സ്ട്രാ ഒരു കളർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി കളേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കി. അപ്പൊ സംഭവം സെറ്റായി. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. സോ ആദ്യം ഒരു വൈറ്റ് വാഷ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കൊടുക്കുക. ഞാൻ വൈറ്റ് അടിച്ചു കൊടുത്തോളൂ. അപ്പൊ പിന്നെ എനിക്ക് നല്ല അടിപൊളിയായി. ഓക്കെ, വൈറ്റ് തന്നെയാണ് അടിപൊളി. ഇനി വേറെ കളേഴ്സ് കൊടുത്തിട്ട് അതിന് ബോറാക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ വൈറ്റിൽ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാ നോർമൽ ചെടിയൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ ഒക്കെ ചെറുതായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ കൊണ്ട് വെക്കാം ട്ടോ. ഞാൻ പിന്നെ ക്ലേ അവിടെ ഉണ്ടായതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് ടുളിപ്പ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ടുളിപ്പ് ഒരു റോസാപ്പൂ ആയി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ സംഭവം ടുളിപ്പായാലും റോസാപ്പൂ ആയാലും സംഭവം ഫ്ലവർ ആയിട്ടുണ്ട്. അതാണ് എനിക്കൊരു സമാധാനം. അപ്പോൾ ഏകദേശം അതൊക്കെ സെറ്റായി. ഫ്ലവറിനുള്ള ലീഫും കൂടി സെറ്റാക്കി, അതിനുള്ള തണ്ടും കൂടി സെറ്റാക്കി. എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ഇതിന് ചെറിയൊരു കുറവ് തോന്നുന്നില്ലേ? ആ കുറവ് എന്താന്ന് വെച്ചാൽ ആ ഹെഡ് ബാൻഡ് ഇല്ലേ, ആ ഹെഡ് ബാൻഡാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാ മനസ്സിലായെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ മിഷിയുടെ ആ വായും കൂടി വരച്ചു കൊടുത്തപ്പോൾ കുറച്ച് ഓവറായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഫൈനൽ ലുക്ക് കാണാൻ അടിപൊളിയാണല്ലോ. നമ്മളത് നോക്കിയാൽ പോരെ, അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പൂവിന് കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുത്തപ്പോൾ സംഭവം കളറായി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് കുറച്ച് വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ സെറ്റ്. വാവ്, ഇങ്ങനെ പറയാൻ തോന്നുന്നില്ലേ? അപ്പൊ കമന്റ് ചെയ്യട്ടോ ആ സംഭവം. അപ്പൊ ടാറ്റാ ബൈ, സീ യു.